എല്ലാം പറഞ്ഞു കഴിഞ്ഞതും ദേവ് നിറഞ്ഞ കണ്ണുകളോടെ പാച്ചിയെ നോക്കി. അവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. പാ! അവൻ കരയുന്നത് കണ്ടതും തുമ്പി വിതുമ്പലോടെ വിളിച്ചു. ദേവ് പെട്ടെന്ന് തന്നെ അവളെ വാരിയെടുത്ത് മുഖം മുഴുവനും ചുംബിച്ചു. പപ്പയുടെ പൊന്നെ! അവളെ നെഞ്ചോട് ചേർത്ത് വിളിക്കുമ്പോൾ വിതുമ്പിപ്പോയി അവൻ. പാച്ചിയും ജഗനും ആ കാഴ്ച നിറകണ്ണുകളോടെ നോക്കി. തുമ്പി തൻ്റെ കുഞ്ഞിക്കൈ ഉപയോഗിച്ച് അവൻ്റെ മുഖം മുഴുവനും പരത്തുവാണ്. ഇടയ്ക്ക് താടിയിൽ പിടിച്ചു വലിച്ചും അവൻ്റെ മുഖം കടിച്ചും തേനൊഴുകുന്ന ചുണ്ടുകളാൽ ഉമ്മ വെച്ചും അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. മോനെ, നിങ്ങ പിന്നെ എപ്പോഴാ മോള് പോയതറിയുന്നത്? പാച്ചി ചോദിച്ചതും അവൻ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ അവരെ നോക്കി. പക്ഷേ അവർക്കുള്ള മറുപടി നൽകിയത് ജഗനാണ്. അന്ന് എന്നെ സൂര്യ വിളിച്ചത് പ്രകാരമാണ് ഞാൻ ഇവൻ്റെ അരികിലേക്ക് ചെന്നത്. അമ്മയും നീരജയും ഇവൻ്റെ അരികിലേക്ക് ചെന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പുറപ്പെടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നീരജ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അവൾ ഇതുപോലെ എന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ അവിടേക്കുള്ള യാത്രയിലാണ് നീരജ ഹോസ്പിറ്റലാണെന്ന് സൂര്യ പറയുന്നത്. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന ദേവിനെയാണ്. ജഗൻ പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസത്തേക്ക് പോയി. ദേവ്! കണ്ണുകൾ അടച്ചിരിക്കുന്ന ദേവിനെ ജഗൻ വിറയലോടെ വിളിച്ചു. കുറേ നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച. അവൻ വല്ലാതെ മാറിപ്പോയെന്ന് ജഗന് തോന്നി. ക്ഷീണം തങ്ങി നിൽക്കുന്ന മുഖം കണ്ടതും ജഗന് നീരജയോട് നല്ല ദേഷ്യം തോന്നി. ജഗ! ദേവ് ഒരാശ്രയം കിട്ടിയതുപോലെ അവനെ ഇറുകെ പുണർന്നു. പെട്ടെന്നാണ് ICUവിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് വന്നത്. ഡോക്ടർ, നീരജയ്ക്ക്... ജഗൻ സാധാരണമായി തിരക്കി. കാരണം അവൻ അറിയാമായിരുന്നു ഡോക്ടറുടെ മറുപടി എന്തായിരിക്കുമെന്ന്. പേടിക്കാനൊന്നുമില്ല, അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. അത് കേട്ടതും ജഗൻ പുച്ഛത്തോടെ ചിരിച്ചു. ദേവ്! നിർവികാരതയോടെ ഇരിക്കുന്നവനെ ജഗൻ വിളിച്ചു. എന്നോട് എന്താടാ എല്ലാവരും ഇങ്ങനെ? നീരജ അവളെന്നെ ഒട്ടും മനസ്സിലാക്കുന്നില്ലല്ലോ. ദേവ് പറയുന്നത് കേട്ടതും ജഗൻ വല്ലാത്ത ഭാവത്തിൽ ICUവിലേക്ക് നോക്കി. തൻ്റെ ദേവ്, അവൻ ഈ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് കാരണം അകത്ത് കിടക്കുന്നവൾ മാത്രമാണെന്നോർക്കെ അവൾക്ക് മുഖം അടച്ചൊന്നു കൊടുക്കാൻ തോന്നി. എനിക്ക് എൻ്റെ പാറൂട്ടനെ... പെട്ടെന്ന് ദേവ് നിർത്തി. പിന്നെ ഞെട്ടലോടെ ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു. വാട്ട് ഹാപ്പൻ? പരിഭ്രമത്തോടെ ചുറ്റും കണ്ണുകൾ പായിക്കുന്നവനെ നോക്കി ജഗൻ ചോദിച്ചു. ദേവ് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവിടെയെങ്ങും താൻ തിരയുന്നവളെ കാണാതായതും വെപ്രാളത്തിൽ എൻട്രൻസ് ലക്ഷ്യമാക്കി നടന്നു. കാര്യം എന്തെന്നറിയില്ല എങ്കിലും ജഗനും അവനൊപ്പം നടന്നു. ദേവിൻ്റെ കണ്ണുകൾ നാലുപാടും തിരഞ്ഞു. അവനാകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ ധൃതിയിൽ പുറത്തേക്ക് നടന്നു. ജഗൻ! അവന് പുറകെ പോകാൻ നിന്നപ്പോഴാണ് സൂര്യ വിളിക്കുന്നത്. കൂടെ മഹിയും ഉണ്ടായിരുന്നു. എപ്പോ വന്നു മോനെ? ചിരിയോടെ ചോദിക്കുന്നവരെ ജഗൻ സൂക്ഷിച്ചു നോക്കി. ആ നോട്ടത്തിൽ അവർ പതറുന്നത് കണ്ടതും എല്ലാം മനസ്സിലായതുപോലെ അവൻ പുച്ഛത്തോടെ ചിരിച്ചു. പെട്ടെന്ന് ദേവിൻ്റെ കാര്യം ഓർത്തതും അവൻ പുറത്തേക്ക് പാഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അവൻ കാറുമെടുത്തു പോയിരുന്നു. ഫ്ലാറ്റിലേക്കായിരിക്കും പോയതെന്ന് അവന് തോന്നി. അപ്പോഴാണ് ജഗനും സൂര്യ പറഞ്ഞ പാർവതിയെപ്പറ്റി ഓർത്തത്. ആദ്യം അവർക്കിടയിലേക്ക് പോകേണ്ട എന്ന് തോന്നിയെങ്കിലും ദേവിൻ്റെ മുഖത്ത് കണ്ട പരിഭ്രമത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നിയതിനാൽ തന്നെ സൂര്യയോട് പറഞ്ഞിട്ട് അവനും ഫ്ലാറ്റിലേക്ക് പോയി. ഭ്രാന്ത് പിടിച്ചവനെ പോലെ ദേവ് ഫ്ലാറ്റിൽ എല്ലായിടത്തും അവളെ തിരഞ്ഞുകൊണ്ടിരുന്നു. പാർവതി! സമനില തെറ്റിയവനെ പോലെ അവളുടെ പേര് അവൻ പുലമ്പിക്കൊണ്ടിരുന്നു. പാർവതി! എങ്ങും അവളെ കാണാതെ ആയതും ഇരു കൈകളാൽ മുടി കോർത്ത് വലിച്ചുകൊണ്ട് അവൻ അലറി. കണ്ണിൽ കണ്ടതെല്ലാം അവൻ എറിഞ്ഞുടച്ചു. ശരീരം വലിഞ്ഞു മുറുകി. ശരീരത്തിന് ബലം നഷ്ടപ്പെടും പോലെ അവൻ സോഫയിലിരുന്ന് പോയി കണ്ണുകൾ അടഞ്ഞു. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടായിരുന്നു. അവൻ്റെ മനസ്സിലേക്ക് ആ വാക്കുകൾ ഓടിയെത്തിയതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. അതിനൊപ്പം മറ്റൊന്നുകൂടി മനസ്സിലേക്കെത്തിയതും അവനെല്ലാം തകർന്നവനെ പോലെ ഇരുന്നു. കാശിയേട്ടനായി പറയാതെ പാർവതി കാശിനാഥൻ്റെ ജീവിതത്തിൽ നിന്നും പോകില്ല. എല്ലാം കൂടെ ആയതും അവൻ ഉറക്കെ അലറി. കൈമുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ ആഞ്ഞിടിച്ചുകൊണ്ടിരുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ജഗൻ അങ്ങോട്ട് വരുന്നത്. ദേവാ, ഡാ, എന്താ ഇത്?
പുറകിൽ നിന്നും ചുറ്റിപ്പിടിച്ച് അവനെ തടഞ്ഞുകൊണ്ട് ജഗൻ പറഞ്ഞതും ദേവ് സമനില തെറ്റിയതുപോലെ പിടഞ്ഞുകൊണ്ട് കുതറി. അവൻ്റെ കയ്യിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. എൻ്റെ പാർവതി! അവളുടെ പേര് വിളിച്ച് അലറുന്നവനെ എന്ത് ചെയ്യണമെന്നറിയാതെ ജഗൻ ഉഴറി. ദേവാ, റിലാക്സ്. എന്താ പറ്റിയത്? പാർവതി എവിടെ? ജഗൻ ചോദിക്കുന്നുണ്ട് എങ്കിലും അവനൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൻ്റെ കണ്ണുകൾ ചുവന്നു. ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി അവൻ്റെ മുഖം. നീരജ! മുരണ്ടുകൊണ്ട് അവൻ ജഗനിൽ നിന്നും പിടഞ്ഞു മാറി. വീണ്ടും ഭ്രാന്ത് പിടിച്ചവനെ പോലെ എന്തൊക്കെയോ വലിച്ചെറിയുന്നവനെ കണ്ട് ജഗൻ അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു. പന്ന മോനെ! കുറേ നേരമായി ഞാൻ കാണുന്നു നിന്റെ ഭ്രാന്ത്. എന്താ പറ്റിയത്? പാർവതി അവൾ എവിടെ? ജഗൻ അവന് നേരെ അലറിയതും കലങ്ങിയ കണ്ണോടെ അവനെ ദേവ് നോക്കി. പോയി പറയുമ്പോൾ അവൻ്റെ തൊണ്ട ഇടറി. എന്താ? ജഗൻ മനസ്സിലാവാതെ തിരക്കി. പെട്ടെന്ന് ദേവ് കണ്ണുകൾ അമർത്തി തുടച്ചു. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പാറൂട്ടനെ കണ്ടുപിടിക്കണം ജഗൻ, എത്രയും വേഗം. അതിനു മുൻപ് എനിക്കൊരാളെ കാണണം. അത്രയും നേരം കണ്ട ഭാവമല്ലായിരുന്നു അവന്. ദേവിനെ നന്നായി അറിയാവുന്ന ജഗന് അവൻ്റെ ആ ഭാവത്തിൽ വല്ലാത്ത ആശങ്ക തോന്നി. ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി ഇങ്ങോട്ടുള്ള വരവ് പാർവതിയോടൊപ്പം ആയിരിക്കുമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. നീരജയെ റൂമിലേക്ക് മാറ്റിയിരുന്നു. മഹിയും സൂര്യയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. മോളെ! അവളെ കണ്ടതും മഹി ഒരു ചിരിയോടെ വിളിച്ചു. ആൻറ്റി, എന്തായി? നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നടന്നില്ലേ? അതിൽ കൂടുതൽ നടന്നു മോളെ. ഇനി മോൾക്ക് പാർവതി എന്ന ശല്യം ഒരിക്കലും ഉണ്ടാകില്ല. ഇത് ഞാൻ തരുന്ന വാക്ക്. മഹി പറഞ്ഞതും നീരജ ചിരിയോടെ നോക്കി. സൂര്യ ഒന്നും മനസ്സിലാകാതെ അവരെ നോക്കി. നിങ്ങൾ എന്താ പറയുന്നത്? നീ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതല്ലേ? ഒരിക്കലുമല്ല. ഞാൻ മരിച്ച നഷ്ടം എനിക്ക് മാത്രമായിരിക്കും സൂര്യ. ദേവിനെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല സൂര്യ. എനിക്കൊന്നും മനസ്സിലായില്ല. അവൻ പറഞ്ഞതും മഹിയും നീരജയും പരസ്പരം നോക്കി ചിരിച്ചു. എന്നാലും മോളെ, നീ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. അതുകൊണ്ട് തന്നെ ആ പെണ്ണിനോട് സംസാരിച്ചതെല്ലാം എൻ്റെ മനസ്സിൽ തട്ടിയാണ്. എന്താ ഇതൊക്കെ? മഹിയമ്മയെങ്കിലും ഒന്ന് പറയേ. സൂര്യ അക്ഷമനായി തിരക്കി. ഇതൊരു ഡ്രാമയാണ് സൂര്യ, സൂയിസൈഡ് ഡ്രാമ. ഡ്രാമയോ? എന്തിന്? സിമ്പിൾ. പാർവതിയെ ദേവ് ഒഴിവാക്കാൻ. അവൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട് സൂര്യ. കാരണം അവൻ്റെ ഫ്രണ്ടായിരുന്നു ഞാൻ. എന്നെ വേദനിപ്പിക്കാൻ അവനാകില്ല. പിന്നെ പാർവതി, ഷീ ഈസ് ടിപ്പിക്കൽ വില്ലേജ് ഗേൾ. കുറച്ച് ഇമോഷണൽ ഡയലോഗ്സ് സ്വയം അവളായി തന്നെ ഒഴിഞ്ഞു പോകും. പുച്ഛച്ചിരിയോടെ പറയുന്നവളെ സൂര്യ ആദ്യമായി കാണും പോലെ നോക്കി. അത് നീ പറഞ്ഞത് ശരിയാ മോളെ. അവളായി ഇനി ഒരിക്കലും ദേവൂട്ടൻ്റെ ജീവിതത്തിലേക്ക് വരില്ലെന്ന് വാക്ക് തന്നിട്ടാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി, നമ്മൾ വിചാരിക്കും പോലെ എല്ലാം നടക്കുമെന്ന്. ഇവിടെ നിന്നും ഇറങ്ങിപ്പോയവളെ എൻ്റെ ദേവിൻ്റെ മനസ്സിൽ നിന്നും ഇറക്കി. നീരജ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ആരോ പാഞ്ഞു വന്ന് അവളുടെ കഴുത്തിൽ പിടിമുറുക്കി. കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു വരുമ്പോഴും അവൾ കാണുന്നുണ്ടായിരുന്നു കണ്ണിൽ തന്നെ ഉയിരോടെ ഇരിക്കാനുള്ള അഗ്നിയും നിറച്ചു നിൽക്കുന്നവനെ. നീരജ അവൻ്റെ കൈകൾക്കിടയിൽ കിടന്ന് പിടഞ്ഞു. മറ്റുള്ളവർ അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അവന് വല്ലാത്തൊരു ബലമുള്ളതായി തോന്നി അവർക്ക്. ദേവ്, വിടാൻ! നമുക്ക് പെട്ടെന്ന് തന്നെ പാർവതിയെ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് തീരുമാനിക്കാം ഇവളുടെ കാര്യം. ജഗൻ പറഞ്ഞതും അവൻ അവളെ ബെഡിൽ നിന്നും താഴേക്കിട്ടുകൊണ്ട് മഹിയെന്ന് നോക്കി. നീരജയ്ക്ക് ഒരു നിമിഷം താൻ മരണം മുന്നിൽ കണ്ടതുപോലെ തോന്നി. അവളുടെ കയ്യിലെ മുറിവിൽ നിന്നും രക്തം വരാൻ തുടങ്ങിയിരുന്നു. ദേവൂട്ടാ! തൻ്റെ അരികിലേക്ക് വലിഞ്ഞു മുറുകിയ മുഖമായി വരുന്നവനെ കണ്ട് ഒരു വിറയലോടെ മഹി വിളിച്ചു. ഞാൻ വരും നിങ്ങളുടെ മുന്നിൽ എൻ്റെ പെണ്ണുമായി. കാരണം നിങ്ങൾക്കുള്ളത് തരേണ്ടത് അവളാണ്. ഞാനിനി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അവളുമായിട്ടായിരിക്കും. പിന്നെ അവൻ നീരജയ്ക്ക് നേരെ തിരിഞ്ഞു. നീ എനിക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തത്? ഈ ദേവിൻ്റെ ജീവിതത്തിലും മനസ്സിലും ഒരു പെണ്ണേ ഉണ്ടാകൂ, പാർവതി, അവൾ മാത്രം. എൻ്റെ ജീവിതത്തിൽ നീരജയ്ക്ക് ഇനിയൊരു സ്ഥാനം ഉണ്ടാകില്ല, ഒരു ഫ്രണ്ടായി പോലും. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പാഞ്ഞു. അന്ന് സത്യങ്ങളെല്ലാം അറിഞ്ഞതും ഇവനാകെ തകർന്നു പോയി. കൂടാതെ പാർവതിയുടെ മിസ്സിങ്ങും. ഒത്തിരി അന്വേഷിച്ചു. ഞങ്ങളുടേതായ രീതിയിൽ അന്വേഷിക്കുന്നതിനൊപ്പം പോലീസ് മുഖേനയും അന്വേഷിച്ചു. പക്ഷേ നിരാശയായിരുന്നു ഫലം. 2.5 വർഷം.
ഈ 2.5 വർഷം കൊണ്ട് അവൻ ഒത്തിരി മാറി. ചിരിക്കാൻ മറന്നു. സ്വയം നശിക്കാൻ തീരുമാനിച്ചു. പാർവതിയെ തേടി അലയാത്ത നാടുകളില്ല. ജഗൻ പറഞ്ഞപ്പോൾ പാച്ചി ദേവിനെ നോക്കി. തുമ്പിയെ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ചെയറിലേക്ക് ചാരിയിരിക്കുകയാണ്. തുമ്പി അച്ഛൻ്റെ നെഞ്ചിലെ ചൂടിൽ ഉറക്കം പിടിച്ചിട്ടുണ്ട്. അവൻ്റെ കണ്ണുകൾ ഇപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട്. അവർക്ക് അവനോട് വല്ലാത്ത സഹതാപം തോന്നി. മറ്റുള്ളവരുടെ ചതിയിൽ ജീവിതം നഷ്ടമായത് അവനാണ്, അവന് മാത്രം. അമ്മേ, അമ്മ പാർവതിയെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ജഗൻ ചോദിച്ചപ്പോൾ പാച്ചിയമ്മ ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. എറണാകുളത്ത് വെച്ച് തന്നെയാണ് ഞാൻ മോളെ കാണുന്നത്. അതും ദുർഘടമായ സാഹചര്യത്തിൽ. ഒരുപക്ഷെ ഞാനൊരല്പം വൈകിയിരുന്നുവെങ്കിൽ മോളിന്ന് ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. പാച്ചിയമ്മ പറഞ്ഞതും ദേവ് കണ്ണുകൾ വലിച്ചു തുറന്നു. അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. ഞാൻ ഇവിടുത്തെ മാധവൻ സാറിൻ്റെ മകളുടെ 2ാമത്തെ പ്രസവരക്ഷ നടത്താൻ പോയതായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് തിരികെ നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് മോളെ ഞാൻ കാണുന്നത്. പാച്ചി ഓരോന്നും വിശദമായി പറയാൻ തുടങ്ങി. കാറിലിരിക്കുമ്പോൾ പാച്ചിയമ്മ നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന കണക്കുകൂട്ടലിലായിരുന്നു. നമ്മൾ വെളുപ്പിനെ അവിടെ എത്തില്ലേ ബിജു? മുന്നിലിരിക്കുന്നവനോടായി പാച്ചിയമ്മ തിരക്കി. എത്തുമായിരിക്കും. എറണാകുളം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാലേ കൃത്യമായി പറയാൻ പറ്റൂ. രാത്രിയാണെങ്കിൽ നല്ല ബ്ലോക്കും ഉണ്ടാകും. വണ്ടി ഓടിച്ചുകൊണ്ട് ബിജു പറഞ്ഞതും അവരൊന്ന് മൂളി. ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് സിറ്റി കഴിഞ്ഞ് കിട്ടും. അതുവഴി പോയാലോ? അഭിപ്രായം എന്ന പോലെ ബിജു പാച്ചിയെ നോക്കി. എങ്കിൽ അത് മതി. വീട്ടിൽ ആരെ നിർത്തിയിട്ടാ നീ വന്നത്? അത് അവളുടെ അമ്മയും നാത്തൂനും വന്നിട്ടുണ്ട്. അതാ മുതലാളി പറഞ്ഞപ്പോൾ മടി കാണിക്കാതെ പോന്നത്. ഇതാകുമ്പോൾ ലോങ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കാശ് മുതലാളി തരും. അടുത്ത മാസം അവസാനമാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ആശുപത്രിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല കാശ് ചെലവുണ്ടാകും. അതാണ് ഓട്ടം കിട്ടുമ്പോൾ മടി കാണിക്കാതെ പോണത്. പിന്നെ അടുത്ത മാസം ഒന്നും കയറി ഏറ്റേക്കരുത്. പാച്ചിയമ്മ തന്നെ നോക്കിയാൽ മതി. അവളുടെ അമ്മയ്ക്ക് അത്ര പരിചയമില്ല. കുഞ്ഞിൻ്റെ കാര്യം അമ്മ നോക്കിക്കോളുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാമടാ, നീ മുന്നേ ഒന്ന് സൂചിപ്പിച്ചായിരുന്നല്ലോ. അവരങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ബിജു പറഞ്ഞ ഷോർട്ട് കട്ട് കയറി. 1 വേ ആണ്. ഇടയ്ക്ക് കുറച്ച് വീടുകളുണ്ട്. കുറച്ച് മുന്നോട്ട് പോയതും ബിജു പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. പെട്ടെന്നായതിനാൽ തന്നെ അവർ മുന്നോട്ടൊന്നാഞ്ഞു. എന്താ, എന്തു പറ്റി ബിജു? ഒന്നും പറയണ്ട, ഒരുത്തൻ വട്ടം ചാടിയതാ. വെള്ളമായിരിക്കും. പാച്ചിയമ്മ എവിടെ ഇരിക്കെ, ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് ബിജു പുറത്തേക്കിറങ്ങി. എടോ, വല്ലതും പറ്റിയോ? താഴെ കിടക്കുന്ന 10-35 വയസ്സുള്ള ഒരുത്തനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ബിജു തിരക്കി. അല്പം മദ്യപിച്ചിട്ടുണ്ട് എന്ന് ബിജുവിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഏയ് ഇല്ല, ശരി, എന്നാ ഞാൻ പോട്ടെ. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നവനെ ബിജു പിടിച്ചു നിർത്തി. ഏയ് നിൽക്ക്, തനിക്കെന്താ ഒരു വെപ്രാളം? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം. ബിജു പറഞ്ഞതും അയാൾ അതിനെ സമ്മതിക്കാതെ പോകാൻ ധൃതി കൂട്ടുകയായിരുന്നു. അവരുടെ സംസാരം കേട്ട് പാച്ചിയും പുറത്തേക്കിറങ്ങി. എന്താ ബിജു? അത് പാച്ചി ചോദിച്ചതിന് മറുപടി നൽകാൻ തുടങ്ങുമ്പോഴാണ് ഒരു പെണ്ണിൻ്റെ മൂളലും ഏങ്ങലുമൊക്കെ കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കി അവർ കാണുന്നത് റോഡിൽ വീണ് കിടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അയ്യോ! പാച്ചി പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു. നിങ്ങൾ പോയിക്കോ, അത് എനിക്കറിയാവുന്ന കുട്ടിയാണ്. ബിജുവിനെ തടഞ്ഞുകൊണ്ട് അയാൾ അല്പം കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും മുഖം അടച്ച് അവനിട്ടൊന്ന് പൊട്ടിച്ചു ബിജു. പുന്നാര മോനെ, നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഒരു വശപ്പിശക്. അവനൊരു തൻ്റെ ഒറ്റടിയിൽ തന്നെ താഴെ വീണ് ഞെരങ്ങുന്നവനെ കണ്ട് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ബിജു പാച്ചിയുടെ അടുത്തേക്ക് വേഗം ചെന്നു. ബിജു, ഈ കുട്ടിയെ എഴുന്നേൽക്കുന്നില്ല. ബോധം പോയിട്ടുണ്ട്. കൂടാതെ കല്ലിൽ തട്ടിയായിരിക്കും. നെറ്റിയിൽ മുറിവുണ്ട്. ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. എങ്കിൽ പാച്ചിയമ്മ മാറ്, ഞാൻ എടുക്കാം ആ കുട്ടിയെ. അവളുമായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ മോശമായൊന്നും അവൾക്ക് സംഭവിച്ചു കാണല്ലേ എന്ന് ഇരുവരും പ്രാർത്ഥിച്ചു. തൊട്ടടുത്തുള്ള ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്കാണ് പാറുവിനെ കൊണ്ടുപോയത്. നീ എവിടെ പോയതാ ബിജു? പുറത്തുനിന്ന് വരുന്ന ബിജുവിനെ നോക്കി പാച്ചി തിരക്കി. നമ്മൾ വരാൻ അല്പം വൈകുമെന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞതാ. ഇല്ലെങ്കിൽ അവൾ പേടിക്കും. പിന്നെ മുതലാളിയോടും ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നേഴ്സ് വന്ന് അവരോട് ഡോക്ടർ വിളിക്കുന്നു എന്ന കാര്യം പറഞ്ഞു. നിങ്ങൾ കുട്ടിയുടെ? ആരുമല്ല ഡോക്ടർ. പാച്ചി പറഞ്ഞുകൊണ്ട് പാറുവിനെ കണ്ടുമുട്ടിയ സാഹചര്യം പറഞ്ഞു. ഓ, അങ്ങനെയാണോ? എന്തായാലും നിങ്ങൾ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ കുട്ടി ഓക്കെയാണ്. പെട്ടെന്ന് അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായതിൻ്റെ ഷോക്കാണ്. പിന്നെ നല്ല വിളർച്ചയുണ്ട് കുട്ടിക്ക്.
ഞാൻ 1-2 ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കൂടി അറിഞ്ഞിട്ട് ബാക്കി പറയാം. ഈ ട്രിപ്പ് തീർന്നു കഴിഞ്ഞ് എന്നെ വന്ന് കാണ്. ഡോക്ടർ പറഞ്ഞതും അവർ സമ്മതം കൊണ്ട് തലയാട്ടി. തൻ്റെ ശരീരമാകെ വഷളം ചുവന്നിറഞ്ഞ നോട്ടത്തോടെ ഒഴിഞ്ഞു നോക്കുന്ന ആ ചുവന്ന കണ്ണുകളെ പാറു ഭയത്തോടെ നോക്കി. അയാളിൽ നിന്നും വരുന്ന മദ്യത്തിൻ്റെ ഗന്ധം അവളിലെ ഭയത്തിൻ്റെ ആക്കം കൂട്ടി. ഞൊടിയിടയിൽ അയാൾ അവളെ തൻ്റെ കൈക്കുള്ളിലേക്ക് വലിച്ചിട്ടതും പാറു ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. ആ ഒന്ന് ഉറക്കെ കരയാനാണ് ശ്രമിച്ചതെങ്കിലും ഒരു ഏങ്ങൽ മാത്രമാണ് വന്നത്. മോളെ, മോളെ. തന്നെ ആരോ വിളിക്കുന്നതറിഞ്ഞതും പാറു താൻ അനുഭവിച്ചതിൽ നിന്നും മുക്തയാവാൻ കുറേ സമയമെടുത്തു. മോളെ. വീണ്ടും ആ ശബ്ദം കേട്ടതും പാറുവിൻ്റെ കണ്ണുകൾ അതിൻ്റെ ഉടമയെ തേടി. ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, മോള് പേടിക്കണ്ട. അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ പാറുവിൻ്റെ തലയിൽ പതിയെ തഴുകിക്കൊണ്ട് പാച്ചി പറയുമ്പോൾ പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷേ അത് ആശ്വാസത്തിൻ്റെ കണ്ണുനീരായിരുന്നു. ഒരു നിമിഷം തൻ്റെ മരണം ഉറപ്പിച്ചതായിരുന്നു. മോളുടെ പേരെന്താ? പാച്ചിയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. പാർവതി. വീടെവിടെയാ? ആരൊക്കെയുണ്ട് വീട്ടിൽ? എനിക്ക് ആരുമില്ല. ഞാൻ അനാഥയാണ്. പറയുമ്പോൾ അവളുടെ ശബ്ദമിടറി. പാറുട്ടാ. ഒരുവൻ്റെ വിളി അവളുടെ കാതിൽ മുഴങ്ങി. അനാഥയാണോ ഞാൻ? അല്ല, എൻ്റെ പ്രാണനുള്ളപ്പോൾ ഞാനെങ്ങനെ അനാഥയാകും? വീണ്ടും ചിന്തയിൽ ആണ്ടിരിക്കുന്നവളെ പാച്ചിയൊന്ന് നോക്കി. കഷ്ടി ഒരു 10-20 വയസ്സ് മാത്രം തോന്നിക്കുന്ന പെൺകുട്ടി. ഇപ്പോൾ അവൾ കടന്നു പോകുന്ന അവസ്ഥ. മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ് ആ പെൺകുട്ടി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവളെ വേട്ടയാടുന്നുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. മോളെ, ഇത് കഴിഞ്ഞാൽ ഡോക്ടറെ ചെന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് പോയാലോ? ബിജു, നീ ചെന്ന് ആ നേഴ്സ് കൊച്ചിനെ വിളിച്ചിട്ട് വാ. ഈ സൂചി ഊരി മാറ്റണ്ടേ? പാച്ചി ആദ്യം പാറുവിനോടും പിന്നെ ബിജുവിനോടും പറഞ്ഞു. താനിപ്പോൾ ഓക്കെ അല്ലേ? മുന്നിലെ റിപ്പോർട്ട് നോക്കിക്കൊണ്ട് ഡോക്ടർ ചോദിച്ചപ്പോൾ പാർവതി തലയാട്ടി. എൻ്റെ സംശയം ശരിയായിരുന്നു. പാർവതി പ്രഗ്നൻ്റ് ആണ്. ഐ തിങ്ക് പാർവതിക്ക് ഇതറിയാമായിരുന്നു അല്ലേ? നിറഞ്ഞ കണ്ണുകളോടെ വലതുകരം ഉദരത്തിൽ വെച്ചിരിക്കുന്നവളോടായി തിരക്കിയതും പാറു മെല്ലെ തലയാട്ടി. ഓക്കെ, നല്ല വിളർച്ചയുണ്ട് തനിക്ക്. വെള്ളവും ഫുഡുമൊക്കെ നന്നായി കഴിക്കണം. പിന്നെ കഴിക്കേണ്ട മെഡിസിൻസൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അവരതൊക്കെ പറയുമ്പോഴും പാച്ചി കുറച്ചു മുൻപ് അറിഞ്ഞ കാര്യത്തിൻ്റെ ഞെട്ടലിലായിരുന്നു. ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് ഇതൊക്കെ നിസ്സാരമാണെന്ന് അറിയാമെങ്കിലും ഈ കുട്ടി അങ്ങനെ ഒരുവളല്ലെന്ന് മനസ്സ് പറയുന്നു. കൂടാതെ അവളുടെ മുഖത്ത് ഒരു കുറ്റബോധമോ സങ്കടമോ ദേഷ്യമോ ഒന്നും തന്നെയില്ല. മറിച്ച് ഇത്ര നേരം വിഷാദം നിറഞ്ഞു നിന്ന മിഴികളിൽ ഇപ്പോൾ ചെറുതിളക്കം വന്നതുപോലെ. ഡോക്ടർ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നവളെ പാച്ചി ചെറുചിരിയോടെ നോക്കി. ഇനി എങ്ങോട്ടാ മോളെ പോകേണ്ടത്? പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടാക്കി തരാം. പാച്ചി പറയുമ്പോഴാണ് പാറുവും അതേപ്പറ്റി ചിന്തിക്കുന്നത്. ഇനി എങ്ങോട്ട്? പാറു സ്വയം ചോദിച്ചു. അറിയില്ല, പക്ഷേ ജീവിക്കണം. എൻ്റെ കുഞ്ഞിന് ജന്മം നൽകണം. എൻ്റെ കുഞ്ഞിനെ എനിക്ക് വളർത്തണം. മോൾക്ക് എന്താ പറ്റിയത്? ഇടയ്ക്കിടയ്ക്ക് എന്താ ഈ ചിന്തിച്ചു കൂട്ടുന്നത്? പാച്ചിയുടെ ശബ്ദത്തിൽ അവളൊന്ന് ഞെട്ടി. ബിജുവും അവളെ സൂക്ഷിച്ചു നോക്കി. ഒന്നുമില്ല അമ്മേ. ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ വരാൻ വൈകിയിരുന്നു എങ്കിൽ നഷ്ടമാകുമായിരുന്നത് 2 ജീവനുകളായിരുന്നു. ഇപ്പോൾ വാക്കാൽ നന്ദി പ്രകടിപ്പിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. എനിക്ക് പോകാനായി ഒരിടമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് എൻ്റെ പക്കൽ മറുപടിയുമില്ല. പാറു പറഞ്ഞതും അവരൊന്ന് ഞെട്ടി. മോൾ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഈ അവസ്ഥയിൽ പോകാൻ ഒരിടമില്ലാതെ എങ്ങനെ? നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പാറു ഒന്ന് ചിരിച്ചു. അറിയില്ല, പക്ഷേ എനിക്ക് ജീവിക്കണം. എൻ്റെ കുഞ്ഞിനെ വളർത്തണം. എന്തെങ്കിലും ഒരു വഴി തെളിയും. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടാകുമെന്നല്ലേ? നിങ്ങൾ പോയിക്കോളൂ. ഇപ്പോൾ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടായി കാണും ഞാൻ കാരണം. എൻ്റെ ഒപ്പം വരുന്നു. പാറു പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ പാച്ചി തിരക്കി. പാറുവും ബിജുവും അവരെ ഞെട്ടലോടെ നോക്കി. എൻ്റെ മകളെപ്പോലെ ഞാൻ നോക്കിക്കോളാം. വലിയ സൗകര്യങ്ങളൊന്നും തരാൻ പറ്റില്ല. പക്ഷേ മോളെയും മോളുടെ കുഞ്ഞിനെയും എൻ്റെ സ്വന്തം എന്നതുപോലെ ഞാൻ നോക്കിക്കോളാം. പാച്ചി പറഞ്ഞതും പാറു എന്ത് പറയണമെന്നറിയാതെ അവരെ നോക്കി. ഞാൻ ഒറ്റയ്ക്കാണ് താമസം. മോളെപ്പോലെ എനിക്കും ആരുമില്ല. എൻ്റെ മകളുടെ സ്ഥാനത്തേക്ക് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. മോളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്.
മോൾക്ക് പറയണമെന്ന് തോന്നുമ്പോൾ മാത്രം അതിനെപ്പറ്റി പറഞ്ഞാൽ മതി. ഈ അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കി പോകാൻ എനിക്ക് സാധിക്കില്ല മോളെ. എൻ്റെ ഒപ്പം കുറച്ച് ദിവസം നിൽക്ക്. എന്നിട്ട് മോൾക്ക് പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ തടയില്ല. അങ്ങനെ ഒത്തിരി പറഞ്ഞതും പാറു ഒടുവിൽ സമ്മതിച്ചു. അന്ന് ആ നിമിഷം മുതൽ പാറു അറിഞ്ഞു തുടങ്ങുകയായിരുന്നു ഒരു അമ്മയുടെ സ്നേഹം എന്തെന്ന്. അപ്പോഴും താൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടാകുമെന്ന് ചിന്തയായിരുന്നു പാറുവിൽ. അങ്ങനെ അന്ന് ഞാൻ എൻ്റെ ഒപ്പം കൂട്ടിയതാണ് എൻ്റെ കുട്ടിയെ. ഒത്തിരി നാളുകൾ എടുത്ത് എൻ്റെ കുട്ടിയൊന്ന് ചിരിച്ചു കാണാൻ. ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. എപ്പോഴും എന്തോ ആലോചനയിലായിരിക്കും. എൻ്റെ കുട്ടിയുടെ മനസ്സ് കൈവിട്ടു പോകുമോ എന്ന് പോലും ഞാൻ ഭയന്നിട്ടുണ്ട്. ഇനിയും ഇത് തുടർന്നാൽ അവളെ എനിക്ക് നഷ്ടമാകുമെന്ന് തോന്നിയതിനാലാണ് മാധവൻ മുതലാളിയോട് പറഞ്ഞ് അയാളുടെ സ്കൂളിൽ അവൾക്കൊരു ജോലി തരപ്പെടുത്തി കൊടുത്തത്. എൻ്റെ മനസ്സ് പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുമായി അടുത്തപ്പോൾ അവൾക്ക് പതിയെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പക്ഷേ പ്രസവത്തിൻ്റെ അവസാന നാളുകളിൽ അവൾ വീണ്ടും പഴയ അവസ്ഥയിലായി. ഒരുപക്ഷെ എല്ലാ സ്ത്രീകളെ പോലെ അവളും മോനെ ആ സമയം ആഗ്രഹിച്ചിരുന്നിരിക്കും. പാച്ചി പറഞ്ഞതും ദേവൊരു പൊട്ടിക്കരച്ചിലോടെ പാച്ചിയുടെ കൈകൾ കവർന്നു. അവരൊരു പകപ്പോടെ അവനെയും ജഗനെയും മാറി മാറി നോക്കി. മോനെ, കരയട്ടെ അമ്മേ, കരഞ്ഞു തീർക്കട്ടെ. 2.5 വർഷത്തോളം അവൻ്റെ നെഞ്ചിൽ കെട്ടിക്കിടന്ന സങ്കടാണ്. അവനത് ഒഴുക്കിക്കളയട്ടെ. തന്നിൽ നിന്നും അടർന്നു വീണുന്ന കണ്ണുനീരിനെ തുടച്ചു നീക്കിക്കൊണ്ട് ജഗൻ പറഞ്ഞു. നിമിഷങ്ങൾ കടന്നുപോയി. ദേവ് പതിയെ മുഖമുയർത്തി അവരെ നോക്കി. ഒത്തിരി നന്ദിയുണ്ടമ്മേ, എൻ്റെ ജീവനുകളെ ഇത്രനാൾ പൊന്നുപോലെ നോക്കിയതിന്. ഞാൻ മോനെ. വാക്കുകൾക്കായി അവൻ പരത്തുന്നത് കണ്ടതും അവർ ചെറുചിരിയോടെ അവൻ്റെ തലയിൽ തഴുകി. അമ്മേ, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ അവരെ. ഇനിയും എന്നെക്കൊണ്ട് പറ്റില്ല. ദേവ് ഇടർച്ചയോടെ പറഞ്ഞപ്പോൾ പാച്ചി ചിരിച്ചു. പോയിക്കോളൂ, എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ മക്കളുടെ സന്തോഷമാണ് ഈ അമ്മയ്ക്ക് വലുത്. ഒത്തിരി അനുഭവിച്ചില്ലേ രണ്ടുപേരും. ഇനി സന്തോഷത്തോടെ ജീവിക്കണം. നിങ്ങളുടെ പ്രണയത്തെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ സന്തോഷത്തോടെ ജീവിക്കണം. പിന്നെ എൻ്റെ പൊന്നുമോള്. പറഞ്ഞുകൊണ്ട് പാച്ചി ദേവിൻ്റെ കയ്യിൽ കിടന്നുറങ്ങുന്ന തുമ്പിയുടെ കവിളിൽ തഴുകി. എൻ്റെ കുട്ടി ഇതുവരെ അറിയാതിരുന്ന അച്ഛൻ്റെ സ്നേഹം മുഴുവനും അനുഭവിച്ച് രാജകുമാരിയെ പോലെ വേണം ജീവിക്കാൻ. പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വന്ന് കണ്ടോളാം എൻ്റെ മക്കളെ. പറഞ്ഞപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു അവർ. പാറു സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്പം വൈകിയിരുന്നു. പരീക്ഷ അടുത്തതുകൊണ്ട് തന്നെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. തുമ്പി ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുന്നേ വീട്ടിലെത്താൻ വേണ്ടി ഇടവഴിയിലൂടെ പോകാമെന്ന് കരുതി. പകുതി ദൂരം എത്തിയപ്പോഴാണ് സൈഡിലായി ഒതുക്കി വെച്ചിരിക്കുന്ന ബുള്ളറ്റ് കാണുന്നത്. അത് കണ്ടതും പാറുവിൻ്റെ കണ്ണുകൾ ഭയത്തോടെ ചുറ്റുപാടും പരതാൻ തുടങ്ങി. നല്ല മഴക്കാറുള്ളതിനാൽ തന്നെ മൊത്തം ഇരുട്ട് മൂടിയിരുന്നു. പെട്ടെന്ന് സൈഡിലായുള്ള ആഞ്ഞിലയിൽ കൈത്താങ്ങി ഒരു വഷളൻ ചിരിയോടെ ചുണ്ടിൽ തഴുകിക്കൊണ്ട് തന്നെ ഇമ ചിമ്മാതെ നോക്കുന്ന മാത്തനെ കണ്ടതും പാറു അടിമുടി വിറച്ചുപോയി.